നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. ശബരിമല ദേവസ്വം ആസ്ഥാനത്ത് നിന്നും 1998 ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ രേഖകൾ കണ്ടെത്തിയ ശേഷം സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായ അസാധാരണ നീക്കങ്ങൾ. അതിനുശേഷമാണ് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളില്ലെന്ന് കാണിച്ച് പ്രതികൾ പുതിയ ജാമ്യാപേക്ഷ നൽകിയതെന്നാണ് സൂചന. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ രേഖകൾ ഒക്ടോബർ 31 ദേവസ്വം ആസ്ഥാനത്ത് കണ്ടെത്തിയിരുന്നു. 420 പേജുള്ള ഫയലിൽ ശ്രീകോവിൽ സ്വർണം പൊതിയാൻ വിജയ് മല്യയ്ക്ക് ഹൈക്കോടതി നൽകിയ അനുമതി, ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലൻഡിൽ നിന്നും 22 ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഫയലാണ് കണ്ടെത്തിയത്. എല്ലാത്തിന്റെയും ഫോട്ടോ കോപ്പി എടുത്ത ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ദേവസ്വം ചീഫ് എഞ്ചിനീയർ രേഖകൾ ചെലവ് 1 കോടിക്ക് മേലെ രൂപയാണെന്നാണ് രേഖയിലുള്ളത്. അതിൽ പത്മകുമാറിന് പങ്കുണ്ടെന്നുമാണ് പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ. പത്മകുമാർ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നീ 2 കേസിലും പ്രതിയാണ്. ശ്രീകോവിലിൽ കട്ടിളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണം പൂശാനായി കൈമാറിയ കേസിൽ 3ാം പ്രതിയാണ് N വാസു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷനായിരുന്ന N വാസുവാണ് നിർദ്ദേശം നൽകിയതെന്നും പ്രത്യേക സംഘം കണ്ടെത്തി. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കളുടെ പങ്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലാണ് ഇവർക്ക് ജാമ്യം തേടി മുഖം രക്ഷിക്കാനുള്ള ശ്രമമെന്ന് ആക്ഷേപമുണ്ട്. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കണ്ടെത്തിയതായും ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി വാങ്ങിയെന്നുമാണ് മൊഴി. വിഗ്രഹങ്ങളുമായി മലകയറി സന്നിധാനത്തെത്തിയ വഴിപാട് നടത്തുന്ന സംഘങ്ങൾ ഏറെയുണ്ട്. പഞ്ചലോഹം, വെള്ളി, സ്വർണം എന്നിവയിൽ തയ്യാറാക്കി സമർപ്പിക്കുന്ന വിഗ്രഹങ്ങൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് സ്വീകരിച്ച് ബില്ല് കൊടുക്കുന്നത്. വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ ലേലത്തിൽ വിൽക്കാറില്ലെന്നുമാണ് ദേവസ്വത്തിന്റെ വിശദീകരണം. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.